വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയന്റ് ആണ്. ഇതിനെ തടയാനായിട്ട് വിറ്റാമിൻ സിക്ക് പറ്റും, കാരണം അതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നമ്മൾ വിറ്റാമിൻ സി ഉപയോഗിച്ചുകൂടാ, പിന്നെ എങ്ങനെയൊക്കെ വിറ്റാമിൻ സി ഉപയോഗിക്കുക എന്നുള്ള പറ്റിയിട്ടാണ്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയുടെ ഫലവും കിട്ടത്തില്ല, നിങ്ങളുടെ മൂക്കുരു മാറാനും പോകുന്നില്ല. നിങ്ങളുടെ മൂക്കുരു മാറ്റിയിട്ട് നിങ്ങൾക്ക് വിറ്റാമിൻ സി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് എഫക്ട് വിറ്റാമിൻ സിയിലൂടെ കിട്ടും. ഒന്നുമില്ല, നിങ്ങളുടെ 10% യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൻ ബ്രൈറ്റനിങ് കിട്ടും. റിവ്യൂസ് നല്ലതായിരിക്കും, കാരണം അവർ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിന്നിൽ അത് എഫക്റ്റ് ആണ്, സത്യമാണ്. പക്ഷെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും 20% സ്റ്റാർട്ട് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ അവിടെ ഒരു കറുത്ത കളറല്ലേ, അത് നമ്മൾ സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയന്റ് ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമല്ലോ, മാറത്തില്ല. ഒന്നെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ചൂടാവും, അപ്പൊ നമ്മുടെ സെറവും ചൂടാവും. അപ്പൊ ആ ചൂടാവുന്ന സെറം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും എന്നുള്ളതാണ് വളരെ തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങളുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ്സും ഗ്ലോയിനെസ്സും ഒക്കെ വേണ്ടിയിട്ടാണ് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതെങ്കിൽ സൺസ്ക്രീൻ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ വിറ്റാമിൻ സിയുടെ ബലം ഇല്ലാണ്ടായിപ്പം. കാരണം നിങ്ങൾ ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റാമിൻ സിയെ പറ്റിയിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമേ എന്താണ് വിറ്റാമിൻ സി നോക്കാം. വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഒരു സ്കിൻ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയന്റ് ആണ്, മാത്രമല്ല ഇത് നല്ല ആന്റി ഓക്സിഡന്റും ആണ്. എന്താണ് ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സൺലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷനിലെ ഇതിനകത്തൊക്കെ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ഡാമേജ് ചെയ്യും. അതായത് നമ്മൾ പെട്ടെന്ന് വയസ്സാവുന്ന നമുക്ക് തോന്നിക്കും. നമ്മുടെ സ്കിന്നിലുള്ള കൊളാജിനെയൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്ത് മുഖത്തൊക്കെ പെട്ടെന്ന് ചുളിവൊക്കെ വരാനായിട്ട് ഫ്രീ റാഡിക്കൽസ് കാരണമാകും. ഇതിനെ തടയാനായിട്ട് വിറ്റാമിൻ സിക്ക് പറ്റും, കാരണം അതൊരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ നമ്മൾ സണ്ണിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും, മാത്രമല്ല നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് എഫക്റ്റും വിറ്റാമിൻ സിക്ക് തരാൻ പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നമ്മൾ വിറ്റാമിൻ സി ഉപയോഗിച്ചുകൂടാ, പിന്നെ എങ്ങനെയൊക്കെ വിറ്റാമിൻ സി ഉപയോഗിക്കുക എന്നുള്ള പറ്റിയിട്ടാണ്. ആദ്യത്തെ വിറ്റാമിൻ സി മിസ്റ്റേക്ക് ആണ്, നിങ്ങളുടെ മുഖത്ത് ഒരുപാട് മോക്കുരുണ്ട്, അതായത് ആക്റ്റീവ് ആക്നേസ് ഉണ്ട്, അതിന്റെ മുകളിലൂടെ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയുടെ ഫലവും കിട്ടത്തില്ല, നിങ്ങളുടെ മോക്കുരു മാറാനും പോകുന്നില്ല. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് മോക്കുരുള്ള ആൾക്കാരാണെങ്കിൽ മോക്കുരുവിനെ മാറ്റുക, എന്നിട്ട് വിറ്റാമിൻ സി ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെയൊക്കെ മോക്കുരു മാറ്റാന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് അസിലിക് ആസിഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അഡാപ്റ്റീൻ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റെറ്റിനോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് മോക്കുരു മാറ്റാം, അല്ലെങ്കിൽ സ്കിൻ കെയർ റൊട്ടീനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ കൈക്കാർഡ് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ മോക്കുരു മാറ്റിയിട്ട് നിങ്ങൾക്ക് വിറ്റാമിൻ സി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് എഫക്ട് വിറ്റാമിൻ സിയിലൂടെ കിട്ടും. പിന്നെ അടുത്തേന്ന് വെച്ചാൽ ഇപ്പം പെട്ടെന്ന് ആക്നി പ്രോൺ സ്കിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മോക്കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട വിറ്റാമിൻ സി എന്ന് വെച്ചാൽ സോഡിയം അസ്കോർബൈൽ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉള്ള വിറ്റാമിൻ സി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങനെ ആ ഒരു വിറ്റാമിൻ സി നമുക്ക് മോക്കുരു വരാനുള്ള ചാൻസ് കുറവാണ്. ആക്റ്റീവ് ആക്നി ഉണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി ഉപയോഗിക്കാതിരിക്കുക, അത് നമ്മുടെ മോക്കുരു നന്നായിട്ട് മാറ്റിയിട്ട് വിറ്റാമിൻ സി ഉപയോഗിക്കാം. ഇതാണ് ആദ്യത്തെ ഒരു വിറ്റാമിൻ സി മിസ്റ്റേക്ക്. രണ്ടാമത്തെ മിസ്റ്റേക്കാണ് ഹയർ കോൺസെൻട്രേഷനിലും വിറ്റാമിൻ സി യൂസ് ചെയ്ത് തുടങ്ങുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങളൊരു സ്കിൻ കെയർ ബിഗിനർ ആണ്, നിങ്ങൾ ഇതുവരെ വിറ്റാമിൻ സി ഉപയോഗിച്ചിട്ടേ ഇല്ല, അപ്പൊ നിങ്ങൾ ഡയറക്റ്റ് പോയി 20% വിറ്റാമിൻ സി വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഡെർമക്കോൾ 20% വിറ്റാമിൻ സി മാർക്കറ്റ് ഭയങ്കര വൈറലായിട്ടുകൊണ്ടിരിക്കുന്ന വിറ്റാമിൻ സി ആണ്, നല്ലതാണ്. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നതാണ് ഒരു മാസമായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് സ്കിൻ ബ്രൈറ്റനിങ് ഒക്കെ തന്നിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 20% ഡയറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ വിറ്റാമിൻ സി യൂസ് ചെയ്തിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നിങ്ങളുടെ സ്കിൻ അത്ര ഹൈ കോൺസെൻട്രേഷൻ വിറ്റാമിൻ സി ആയിട്ട് അഡാപ്റ്റ് ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറും നമ്മുടെ എക്സസൈസ് അല്ലെങ്കിൽ യോഗ പോലെയാണ്. നമുക്ക് ഒരിക്കലും ആദ്യമേ തന്നെ ഹെവി വർക്കൗട്ട് അല്ലെങ്കിൽ ഹെവി യോഗ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പതുക്കെ ഗ്രാജുവലി അല്ലേ നമ്മൾ വർക്കൗട്ട് ആയാലും യോഗ ആയാലും ഒക്കെ ചെയ്തുകൊണ്ട് എത്തിക്കുന്നത്. അതുപോലെ തന്നെ വിറ്റാമിൻ സി നമ്മൾ പതുക്കെ നമ്മുടെ സ്കിന്നെ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ എപ്പോഴും 5 to 10% സ്റ്റാർട്ട് ചെയ്തിട്ട് ഗ്രാജുവലി 15, 16, 20 എത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്കൊരു സ്കിൻ ബ്രൈറ്റനിങ് കിട്ടും. പക്ഷേ 20 യൂസ് ചെയ്താലേ നമുക്ക് സ്കിൻ ബ്രൈറ്റനിങ് കിട്ടും, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ 10% യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്കിൻ ബ്രൈറ്റനിങ് കിട്ടും. ഞാൻ 10 കുറേ നാൾ ഉപയോഗിച്ചിട്ടാണ് ഞാൻ 16, 20 ഒക്കെ ഉപയോഗിച്ചത്. ഞാൻ 1 വർഷത്തോളം 10ൽ നിന്ന ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് 10 യൂസ് ചെയ്താൽ മതി, എന്നിട്ട് നമുക്ക് ഗ്രാജുവലി കൂട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ആരും ആദ്യമേ തന്നെ ഒരു നല്ല റിവ്യൂസ് നല്ലതായിരിക്കും, കാരണം അവർ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ സ്കിന്നിൽ അത് എഫക്റ്റ് ആണ്, സത്യമാണ്. പക്ഷെ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഒരിക്കലും 20% സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും 5 to 10% ഇടയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ 20 പോകുന്നതാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ ഇതാണ് മിസ്റ്റേക്ക് നമ്പർ 2. എപ്പോഴും നിങ്ങൾ ഹയർ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യാതെ ലോ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. മൂന്നാമത്തെ മിസ്റ്റേക്കാണ് മെലാസ്മയ്ക്ക് വേണ്ടിയിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. മെലാസ്മ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കവിളില് അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയില്, മൂക്കില്, അപ്പർ ലിപ്പില് അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് എവിടെയെങ്കിലും ബ്രൗൺ കളർ പാച്ചസ്, അതായത് ഷീറ്റ് കണക്ക് ഒരു പാച്ചസ് അല്ലെങ്കിൽ കുത്ത് കണക്കൊക്കെ നമുക്ക് ബ്രൗൺ സ്പോട്ട് വരും, പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകൾക്ക്. പുരുഷന്മാർക്കും വരും, പ്രത്യേകിച്ചും പ്രായമായ സ്ത്രീകൾക്ക്. ഇതിനു വേണ്ടി നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ പിക്ചറിൽ കാണിച്ച കണക്ക് നിങ്ങൾക്ക് മെലാസ്മയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെലാസ്മ പോകത്തില്ല. മെലാസ്മയ്ക്ക് വേറെയാണ് ട്രീറ്റ്മെന്റ്, വേറെ രീതിയിൽ ട്രീറ്റ് ചെയ്താലേ മെലാസ്മ മാറത്തുള്ളൂ. കാരണം മെലാസ്മ ഒരു സൺ ഡാമേജ് മാത്രമല്ല, അതിനകത്ത് ഹോർമോൺ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മുടെ ചൂട്, അങ്ങനെ ഒരുപാട് അണ്ടർലൈൻ കോസസ് ആയിരിക്കും നമുക്ക് മെലാസ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ മെഡിക്കേഷൻസ് തന്നെ യൂസ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ അവിടെ ഒരു കറുത്ത കളറല്ലേ, അത് നിങ്ങൾ സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ഇൻഗ്രീഡിയൻറ്റ് ഏതെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാറുമല്ലോ, മാറത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് മെലാസ്മ ആണെങ്കിൽ ഞാൻ മെലാസ്മ എന്താണ് മെലാസ്മ, അതിനെപ്പറ്റി ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്കിൻ കെയർ റുട്ടീൻ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡ് കൊടുക്കുക, അത് കണ്ടു നോക്കുക. അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ അത് മെലാസ്മയാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഒരിക്കലും വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. പക്ഷേ മെലാസ്മക്കാർക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ റുട്ടീനൊക്കെ ചെയ്ത് നിങ്ങളുടെ മെലാസ്മ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ടെങ്കിൽ ഇനി തിരിച്ച് മെലാസ്മ വരാതിരിക്കാൻ നമുക്ക് വിറ്റാമിൻ സി ഹെൽപ്പ് ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞാൽ അതൊരു നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമ്മളെ സൺ ഡാമേജിൽ നിന്നൊക്കെ നമ്മൾ കുറേ പ്രൊട്ടക്ട് ചെയ്യും. അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളെ മെലാസ്മ മാറിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും വരാതിരിക്കാൻ വിറ്റാമിൻ സി സഹായിക്കുമെന്നല്ലാണ്ട് മെലാസ്മ മാറ്റാനായിട്ട് നമ്മൾ വിറ്റാമിൻ സി സഹായിക്കത്തില്ല. മിസ്റ്റേക്ക് നമ്പർ 3 എന്ന് പറയുന്നത് നിങ്ങൾ മെലാസ്മ മാറ്റാനായിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത് മെലാസ്മ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ഇനി വരാതിരിക്കാനായിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത് ഫൈനാണ്. പക്ഷെ മെലാസ്മ മാറാനായിട്ട് ആരും വിറ്റാമിൻ സി യൂസ് ചെയ്യും. നാലാമത്തേന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വിറ്റാമിൻ സി സെലക്ട് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലർക്ക് സെറം ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ക്രീം ആയിരിക്കും ഇഷ്ടം, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ നിങ്ങൾ വിറ്റാമിൻ സി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സെറം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ക്രീം ഉപയോഗിച്ചാൽ ഫൈനാണ്, പക്ഷെ കുറച്ചും കൂടെ സ്കിന്നൊന്ന് ഹൈഡ്രേഷന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയുള്ള സെറം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്കിൻ ഹൈഡ്രേഷനും കിട്ടും, സ്കിന്നിന് കുറച്ച് ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടും. ഇപ്പം നിങ്ങളുടെ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ക്രീം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നമുക്ക് വിറ്റാമിൻ സി ആകുമ്പോൾ നമ്മൾ കുറച്ച് പീസ് സൈസിലൊക്കെ എടുത്തിട്ട് അപ്ലൈ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബെനിഫിറ്റ് കിട്ടത്തില്ല ഫസ്റ്റ്. പിന്നെ നിങ്ങൾ കുറച്ച് മോയ്സ്ചറൈസർ പോലെ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈഡ്രേഷൻ കിട്ടിയാലും കുറച്ചും കൂടെ തിക്കായിട്ടുള്ളതായതുകൊണ്ട് കുറച്ച് മോക്കൂര് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എങ്ങനെയായാലും വിറ്റാമിൻ സി സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസിയിലുള്ള വിറ്റാമിൻ സി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഡെർമക്കോയുടെ വിറ്റാമിൻ സി സെറമാണ്. ഇത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി, കാരണം കുറച്ച് വെള്ളം കണക്ക് പോകുമല്ലോ. ഇപ്പോൾ എല്ലാ സെറവും ഇതുപോലെ പോകണം എന്നില്ല. അപ്പം നിങ്ങൾ വിറ്റാമിൻ സി വാങ്ങിക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ എൻ്റെ റിവ്യൂസ് ഒക്കെ നോക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈ സ്കിൻകാർക്കാണെങ്കിൽ ഹൈഡ്രേഷൻ കിട്ടും, ഓയിലി സ്കിൻകാർക്കാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ എക്സസ് ആയിട്ട് ഓയിലിനെസ് തോന്നിക്കത്തില്ല, അതായത് ഒരുമാതിരി കുഴ തോന്നിക്കാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വിറ്റാമിൻ സി സെലക്ട് ചെയ്യാത്തത്. അഞ്ചാമത്തെ മിസ്റ്റേക്കാണ് നിങ്ങൾ വിറ്റാമിൻ സി സെറം എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെറം എടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ തേച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇതൊരു വിറ്റാമിൻ സി ആണെങ്കിൽ ഇതിങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തേച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും മുഖത്ത്. ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയുടെ ബലം കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ തേച്ച് വെച്ചിട്ടല്ലേ ഉപയോഗിക്കുന്നത്. വിറ്റാമിൻ സി അല്ല ഏത് സെറം ആയാലും നമ്മുടെ കയ്യിലോട്ട് അബ്സോർബ് ചെയ്യും. ഒന്നെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ കയറ്റിട്ടുള്ളത് ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ചൂടാവും, അപ്പം നമ്മുടെ സെറവും ചൂടാവും. അപ്പോൾ ആ ചൂടാവുന്ന സെറം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും എന്നുള്ളതാണ് വളരെ തെറ്റായൊരു ധാരണയാണ്. ഇതുവരെ ഒരു സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടില്ല ഇങ്ങനെ ഉരയ്ക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ സ്കിന്നിലോട്ട് എക്സാക്ട് ഈ ഇൻഗ്രീഡിയൻസ് അബ്സോർബ് ആവുന്ന ഒരിക്കലും ഇല്ല. നിങ്ങൾ ഒന്നുകിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചെടുത്തിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യാം, കുറച്ച് കയ്യിലെടുത്തിട്ട് ഡോട്ടായിട്ട് അപ്ലൈ ചെയ്യുക. അതൊരു രീതി. ഞാൻ പേഴ്സണലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡ്രോപ്ലെറ്റ് എടുത്തിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മളൊരു 4 ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ഓരോ സ്ഥലത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊരു രീതി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മുടെ ഡ്രോപ്പർ, അതായത് ഇതിൻ്റെ തുമ്പ് ഒരിക്കലും നമ്മുടെ സ്കിന്നിലോട്ട് ഡയറക്റ്റ് ടച്ച് ചെയ്യാതിരിക്കാം. വിറ്റാമിൻ സി ആണെങ്കിൽ പെട്ടെന്ന് ഓക്സിഡൈസ് ആയിപ്പോൾ വേറെ ഏത് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മുടെ മുഖത്തോട്ട് ടച്ച് ചെയ്യുമ്പം നമ്മുടെ മുഖത്ത് നമ്മൾ ചിലപ്പോൾ കഴുകിയിട്ട് വെള്ളം ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ എന്താ പറയുന്നത്, ഇത് റീസൺ ഞാൻ അവസാനം വേറെ അടുത്ത മിസ്റ്റേക്കിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ വിറ്റാമിൻ സിയുടെ ഉപയോഗം നഷ്ടമാവും. ബോട്ടിലിരിക്കുന്ന വിറ്റാമിൻ സി
ചീത്തയാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആരും വിറ്റാമിൻ സി എടുത്ത് റബ്ബ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാതെ ഓരോ തുള്ളിയായിട്ട് മുഖത്ത് അല്ലെങ്കിൽ കയ്യിലും എടുത്തിട്ട് ഡാപ്പ് ചെയ്ത് അപ്ലൈ ചെയ്യേണ്ടതാണ്. ആറാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിൻ എന്തെങ്കിലും ഇറിറ്റേഷൻ അല്ലെങ്കിൽ സ്കിന്നിൽ ഒരുപാട് റെഡ്നെസ് ഒക്കെ ഉണ്ട്, സ്കിൻ ബാരിയർ ഒക്കെ ഡാമേജ് ആയിട്ടിരിക്കുകയാണ്. സ്കിൻ ബാരിയർ ഡാമേജ് ആയി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ചില മുഖം കഴുകുമ്പം അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്താൽ പോലും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് എരിച്ചിൽ അല്ലെങ്കിൽ പുകച്ചിൽ അങ്ങനെയൊക്കെ എരിച്ചിലും പുകച്ചിലും ഒക്കെ സ്കിന്നിൽ തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് റെഡ് കളറൊക്കെ നമ്മുടെ സ്കിന്നിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ഇങ്ങനെ തൊലി ഇളവി ഇരിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള സ്കിന്നിൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും യൂസ് ചെയ്യരുത്. കാരണം വിറ്റാമിൻ സി എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡാണ്. ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ച് ചെറിയ രീതിയിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ്ലി ഇറിറ്റേറ്റഡ് ആക്കും എന്നല്ല ഞാൻ പറയുന്നത്. ഓൾറെഡി ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിന് നമ്മൾ അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റാമിൻ സി കൊടുക്കുകയാണെങ്കിൽ ആ ഇറിറ്റേഷൻ കൂടാനാണ് ചാൻസ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇറിറ്റേഷൻ മാറ്റുക. എക്സാമ്പിൾ യൂസ് പറയുകയാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് അതല്ലെങ്കിൽ സൺസ്ക്രീനൊക്കെ ഇട്ട് നമ്മുടെ സ്കിൻ ബാരിയറൊക്കെ ഒന്ന് റിപ്പയർ ആയി വെച്ചിട്ട് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നിങ്ങളുടെ സ്കിൻ നോർമലായി നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഇറിറ്റേഷൻ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കാണാനും മറക്കരുത്. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്കിൻ നോർമൽ ആയിട്ടിരിക്കുമ്പോഴേ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യാവുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മൾ മോക്കുരി ഉണ്ടെങ്കിൽ നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, എക്സാക്ട്ലി സെയിം പോലെയാണ് ഇപ്പോഴും നമ്മുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ, അതായത് റെഡ്നെസ് അല്ലെങ്കിൽ നമ്മൾ പൊരിഞ്ഞളവിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എരിച്ചിൽ പോച്ചിലൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. ഇതൊന്നും കൊണ്ട് നമ്മുടെ ആ ഒരു ഇറിറ്റേഷൻ മാറത്തില്ല. നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നിന്ന് ആ ഇറിറ്റേഷൻ കംപ്ലീറ്റ്ലി മാറി സ്കിൻ കാമായി നോർമൽ ആയതിനു ശേഷം വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നിങ്ങളുടെ സ്കിൻ ഇറിറ്റേറ്റഡ് ആണെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാതിരിക്കും. ഏഴാമത്തെ മിസ്റ്റേക്കാണ് നമ്മൾ വിറ്റാമിൻ സിയും സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിന്റെ കൂടെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പം വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ സാലിസിലിക് ആസിഡ് ബേസ്ഡ് ഫേസ് വാഷ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് ബേസ്ഡ് ഫേസ് വാഷ് ഉപയോഗിക്കരുതെന്നല്ല പറയുന്നത്. ഫേസ് വാഷിൽ നമുക്ക് സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡും ഒക്കെ യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ വിറ്റാമിൻ സി സെറവും ഗ്ലൈക്കോളിക് ആസിഡും അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ് സെറം ഇത് ഒരുമിച്ച് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. സെറംസ് ഒരുമിച്ച് യൂസ് ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഒരുപാട് ഓയിലി സ്കിൻ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മോർണിംഗിൽ രാവിലെ വിറ്റാമിൻ സി യൂസ് ചെയ്യുക, വൈകിട്ട് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുക. അല്ലാണ്ട് രണ്ടും ഒരു നേരം, അതായത് രാവിലെ സാലിസിലിക് ആസിഡും വിറ്റാമിൻ സിയും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. അതുപോലെ വൈകിട്ടും സാലിസിലിക് ആസിഡും വിറ്റാമിൻ സിയും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കരുത്. കാരണം ഇത് രണ്ടും ആസിഡ്സ് ആണ്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് രണ്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ സാലിസിലിക് ആസിഡ് സെറമോ അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സെറമോ ഒരുമിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. എട്ടാമത്തെ മിസ്റ്റേക്കാണ് നനഞ്ഞ മുഖത്ത് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നത്. ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലവരൊക്കെ പറഞ്ഞും കേട്ടിട്ടുണ്ട്, ഡോക്ടേഴ്സ് ഒക്കെ പറയും നിങ്ങളുടെ അത്ര ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ നനവുണ്ടെങ്കിൽ വിറ്റാമിൻ സി യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അങ്ങനെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ ചെറിയ ഇറിറ്റേഷൻസ് ഉണ്ടാവും. ഒന്ന് രണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന വിറ്റാമിൻ സി ചിലപ്പോൾ സൊല്യൂഷൻ ചിലപ്പോൾ വെള്ളമായിട്ട് ചേരുമ്പോഴത്തേക്ക് ആ സൊല്യൂഷന് ബെനിഫിറ്റ് കിട്ടാതിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ വേണം ആ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യാൻ. ഞാൻ തുടക്കത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് 9 മണിക്ക് ശേഷമാണല്ലോ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് നേരത്തെ എണീച്ച് സ്കിൻ കെയർ ചെയ്യും, ഫേസ് വാഷ് ചെയ്ത് സ്കിൻ നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് വിറ്റാമിൻ സി അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി മോയ്സ്ചറൈസർ ആയാലും ബാക്കി സെറംസ് ഒക്കെ അപ്ലൈ ചെയ്യുള്ളൂ. കാരണം എൻ്റെ വിറ്റാമിൻ സി നന്നായിട്ട് എനിക്ക് അബ്സോർബ് ചെയ്ത് കിട്ടും. അപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ബിഗിനറൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ സ്കിൻ കെയർ ചെയ്യുക. എന്നിട്ട് 5 മിനിറ്റ് വിറ്റാമിൻ സി അപ്ലൈ ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് മറ്റുള്ള സെറം അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഒരിക്കലും ഡാം സ്കിന്നിൽ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പം എട്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഡാം സ്കിന്നിൽ വിറ്റാമിൻ സി അപ്ലൈ ചെയ്യുന്നത്. 9ാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ വിറ്റാമിൻ സി യൂസ് ചെയ്തു പക്ഷെ അതിൻ്റെ മുകളിലോട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്നത്. നിങ്ങളുടെ സ്കിന്നിന് ബ്രൈറ്റ്നെസ്സും ഗ്ലോയിനെസ്സും ഒക്കെ വേണ്ടിയിട്ടാണ് വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നതെങ്കിൽ സൺസ്ക്രീൻ ഫോളോ ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ വിറ്റാമിൻ സിയുടെ ബലം ഇല്ലാണ്ടായി ഇപ്പം. കാരണം നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്ത് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് വീണ്ടും ടാൻ തന്നെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ വിറ്റാമിൻ സി കൊണ്ട് ഉപയോഗമില്ലല്ലോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യണം, പക്ഷേ സ്കിൻ ബ്രൈറ്റനിങ് വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫേസ് വാഷ്, നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഫേസ് വാഷ്, വിറ്റാമിൻ സി, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഡ്രൈ സ്കിൻ ആണെങ്കിൽ, അല്ല നിങ്ങൾക്ക് നോർമൽ അല്ലെങ്കിൽ ഒരു ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ പേഴ്സണലി ഞാൻ സ്കിപ്പ് ചെയ്യരുതെന്നേ പറയത്തുള്ളൂ. പക്ഷേ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ 9ാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ വിറ്റാമിൻ സിയുടെ കൂടെ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്നത്. അടുത്ത 10ാമത്തെ മിസ്റ്റേക്കാണ്. ഇനി 10ാമത്തെ മിസ്റ്റേക്ക് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കാണേണ്ടത് നിങ്ങളിപ്പോൾ വിറ്റാമിൻ സി ഉപയോഗിക്കുന്ന ആൾക്കാർ കാണേണ്ട കേട്ടോ.
കാണേണ്ടതാണ്. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരാൾ എൻ്റെ ഏറ്റവും അടുത്ത് എൻ്റെ ഭർത്താവ് ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്തിട്ട് ഞാൻ പിടിച്ച കാര്യമാണ്. എന്തെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞ് ലച്ചു എൻ്റെ മുഖത്ത് ഒരുപാട് മോക്കുരു വരുന്നത് എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ പുതുതായിട്ട് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സത്യമാണ്. ഞാൻ നോക്കി, അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം പ്രോപ്പറായിട്ട് ഫേസ് വാഷ്, ചിലപ്പോൾ ഓഫീസിലൊക്കെ പോയിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ഫേസ് വാഷ് ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഒക്കെ ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് ഞാൻ റീസൺ കണ്ടെത്തിയത്. എന്തെന്ന് വെച്ചാൽ പുള്ളിയുടെ വിറ്റാമിൻ സി, ഇത് പുള്ളിയുടെ വിറ്റാമിൻ സി ആട്ടോ, 10% പിന്നീട് മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ സി ആണ്. ഇതിപ്പോൾ പുള്ളി ഇവിടെ ഇല്ല, പക്ഷേ സാധനം ഇവിടെ ഉണ്ട്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ വിറ്റാമിൻ സി യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിനകത്തൊരു ഇതിപ്പോൾ ചെറുതായിട്ടൊരു ഞാൻ കാണിച്ചൊരു യെല്ലോ കളർ ഉണ്ടാവും. ഞാൻ ഇതിൻ്റെ യെല്ലോ വീഡിയോ ചെറുതായിട്ട് വേറെ സൈഡിൽ കൊടുക്കുക, അല്ലെങ്കിൽ വേറെ വീഡിയോ കാണിച്ചു തരാം. ഇതിന് ചെറുതായിട്ടൊരു യെല്ലോ കളർ കാണും. ഇതെന്തെന്ന് വെച്ചാൽ നമ്മൾ വിറ്റാമിൻ സി ഓക്സിഡൈസ് ആയി പോയി എന്നുള്ളതാണ്. അതായത് ഈ നമ്മൾ വിറ്റാമിൻ സിക്ക് പെട്ടെന്ന് ഓക്സിഡൈസ് ആവും. അതുകൊണ്ടാണ് ഇത് കൂടുതലായിട്ടും ബ്ലാക്ക് കളർ ബോട്ടിൽ, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരുമാതിരി മാറ്റഡ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ബോട്ടിൽ, അല്ലെങ്കിൽ പമ്പ് ബോട്ടിലൊക്കെ കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാം, അല്ലെങ്കിൽ പ്യുവർ വൈറ്റ് ഗ്ലാസ് ബോട്ടിൽ വിറ്റാമിൻ സി കാണാൻ വളരെ കുറവാണ്. അങ്ങനെ വിറ്റാമിൻ സി കണ്ടു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഉപകാരം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോഴത്തേക്ക് എന്താന്ന് വെച്ചാൽ ഒരിക്കലും സൂര്യപ്രകാശം അകത്തോട്ട് എത്താത്ത ബോട്ടിലുകളിലായിരിക്കും നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്യേണ്ടത്. ഈ പുള്ളിക്കാരൻ്റെ വിറ്റാമിൻ സി മഞ്ഞ കളറായി കഴിഞ്ഞു, അതായത് ഇത് ഓക്സിഡൈസ് ആയിപ്പോയി. ഈ ഓക്സിഡൈസ് ആയി പോയ വിറ്റാമിൻ സി നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്ത് പെട്ടെന്ന് മോക്കുരു വരും. കാരണം നശിച്ച സാധനമാണ്, അതിൻ്റെ ഉപയോഗം നഷ്ടപ്പെട്ട് നശിച്ച സാധനമാണ് നമ്മൾ മുഖത്തോട്ട് ഇടുന്നത്. അപ്പോൾ നിങ്ങളുടെ വിറ്റാമിൻ സി യെല്ലോ കളർ അല്ലെങ്കിൽ ബ്രൗൺ ടു യെല്ലോ കളർ, വൈറ്റ് കളറിൽ നിന്ന് മാറി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യരുത്. കാരണം അത് നിങ്ങൾക്ക് മോക്കുരു ഒരുപാട് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിറ്റാമിൻ സി ബോട്ടിലെടുത്ത് മാറ്റി അത് പുറത്ത് എങ്ങും ഉപയോഗിക്കരുത്. ബോട്ടിൽ ഫുൾ സെറം നിങ്ങൾക്ക് കളഞ്ഞിട്ട് ബോട്ടിലെടുത്ത് വെക്കാമെന്നല്ലാണ്ട് ആ സെറം ഒരിക്കലും മുഖത്തും ശരീരത്തും ഉപയോഗിക്കരുത്, അത് മോക്കുരു ഉണ്ടാക്കും. അപ്പോൾ 10ാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ഓക്സിഡൈസ്ഡ് ആയ വിറ്റാമിൻ സി ഉപയോഗിച്ചാൽ മോക്കുരു വരും. അപ്പോൾ ഇതായിരുന്നു 10 വിറ്റാമിൻ സി മിസ്റ്റേക്കുകൾ. വിറ്റാമിൻ സി ഇനി എന്താണ് വിറ്റാമിൻ സി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ സ്കിന്നിനെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന നല്ലൊരു ആൻറ്റി ഏജിങ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ഒരു സെറമാണ്. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ഇനി പ്രോപ്പറായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. എപ്പോഴും ഡ്രൈ സ്കിന്നിൽ വേണം വിറ്റാമിൻ സി അപ്ലൈ ചെയ്യാൻ. ഒരിക്കലും ആക്നെ, അതായത് ഒരുപാട് മോക്കുരുള്ള സ്കിന്നിൽ വിറ്റാമിൻ സി യൂസ് ചെയ്ത്, അതുപോലെ ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള സ്കിൻ, അതായത് മുറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ്നെസ് അല്ലെങ്കിൽ സ്കിൻ പീലായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സ്കിൻകാരും ഒരിക്കലും വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം എപ്പോഴും വിറ്റാമിൻ സി സെലക്ട് ചെയ്യാൻ. പിന്നെ നിങ്ങൾ വിറ്റാമിൻ സിയുടെ കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ആ വിറ്റാമിൻ സി യൂസ് ചെയ്യരുത്. പിന്നെ സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോൾ പോലെയുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഒരിക്കലും വിറ്റാമിൻ സി യൂസ് ചെയ്ത് അത് നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വിറ്റാമിൻ സിയെ പറ്റിയിട്ടാണ്. ഇതിന് മുന്നേ ഞാൻ നിയാസിനമൈഡിനെ പറ്റിയിട്ടും റെറ്റിനോളിനെ പറ്റിയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഞാൻ ഐക്കാർഡിൽ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ കയറി ഒന്ന് കാണുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ തേഴ്സ്ഡേസിലും സൺഡേസിലും ഞാൻ വരുന്നതാണ്. ടിൽ ദെൻ ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.